Hi friends, welcome to our channel Home Recipe World. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടയിലൊക്കെ കാണുന്ന ഒരു വെട്ടി കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെട്ടി കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നപ്പോൾ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് ഈ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള വെട്ടിയേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ വെട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട വേണം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡാപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, 4 ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര മാത്രം പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്കിതെങ്ങനെ വെട്ടിയേക്കാക്കി എടുക്കാമെന്ന് നോക്കാം. വെട്ടിയേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിനുശേഷം നമ്മുടെ 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ടിട്ട് ആ മുട്ടയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലുത്ത് വരണം. നല്ല പത വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ അതിനെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മൈദാമാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറച്ച് ചേർത്തതിന് ശേഷം അതിലേക്ക് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുഴച്ച് നല്ലൊരു ബോളാക്കി എടുക്കാം. വെള്ളം ഇവിടെ തീരെയും ചേർക്കാൻ പാടില്ല. നമ്മളപ്പം നല്ലൊരു ബോളാക്കി വേണം ഇനി ഇതിനെ എടുക്കാനായിട്ട്. ഞാനിപ്പം നമ്മുടെ പൊടിയെല്ലാം കുഴച്ച് ഇതുപോലൊരു ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് ഹാർഡുമല്ല, അങ്ങ് ഒത്തിരി സോഫ്റ്റുമായിട്ടുള്ളൊരു ഡോ അല്ല. നല്ല ഒരു ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് ഞാനിതിവിടെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതാണ് ഇതിങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് കേക്കിൻ്റെ ഷേപ്പാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവായിരുന്നു. അതിൻ്റെ അകത്തുനിന്നൊരു പകുതി പോർഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സർഫസ്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സർഫസിൽ കുറച്ച് പൊടി ഇടുക. അതിനുശേഷം ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒരു റൗണ്ട് ബോളാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ അതിനെ നീട്ടി പരത്തിയെടുക്കണം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് തിക്നെസ്സോ അല്ലെങ്കിൽ കൂട്ടിയോ നമ്മൾ എത്രത്തോളം എണ്ണയിൽ അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ പൊരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ കണക്കാക്കി വേണം നിങ്ങൾ എടുക്കാൻ. കുറച്ച് പൊടി ഇതിൻ്റെ മുകളിൽ തടകിയിട്ട് വേണം ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റത്തുനിന്ന് നമ്മൾ കുറച്ച് പോർഷൻസ് ഒന്ന് വെട്ടിക്കളയുക. അതിനുശേഷം കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളിതിനെ എടുക്കുക. ഇനി നമുക്ക് ഓരോരോ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാം.
മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കൊരു അവിടെ തന്നെ വെച്ചുകൊണ്ട്, ഇത് കയ്യിലെടുക്കണ്ട, അവിടെ തന്നെ ആ ഒരു നമ്മൾ എവിടെ ഇട്ടാണോ അതിനെ ഷേപ്പ് ചെയ്തെടുത്ത ആ ഒരു സർഫസിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്കതിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു വെട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി ഇട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അകം വേവത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതേപോലെ ബാക്കിയുള്ള വെട്ടുകേക്കുകളെല്ലാം തന്നെ ഈ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ, ഡാർക്ക് ബ്രൗൺ അല്ല, ഏകദേശം ഞാൻ ഈ പൊരിച്ച് കോരുന്ന ആ ഒരു പരുവാകുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.